ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 79ന്റെ റിവ്യൂ ആണ്. എപ്പിസോഡ് 79 ദിനങ്ങൾ ഹൗസിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നേരെ ഉൾട്ടയായിട്ടുണ്ട്. കണ്ടസ്റ്റൻസിന്റെ മാനസിക ആരോഗ്യമൊക്കെ അവർ വീണ്ടെടുത്ത് കാണും, അവരൊരു ട്രാക്കിലായി കാണും. ഇനി അവരെ തകർക്കാനായിട്ട് അധികം ആളുകൾക്കൊന്നും പറ്റില്ല, അത് പ്രേക്ഷകരുടെ വോട്ടിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് വളരെ കുറവായിരിക്കും ഹൗസിൽ ഉണ്ടാവുക. ഋഷിയാണ് ഞാൻ അവസാനം പ്രതീക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എവിക്ഷനൊക്കെ വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്ത് ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു പരിപാടിയായിരിക്കും കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉൾട്ട എന്ന് പറയുന്ന കാര്യം ആർക്ക് ആണ് ഇത് തിരിച്ചടിക്കുന്നത്? പ്രേക്ഷകർക്കാണ്. പ്രേക്ഷകർക്ക്, ഒരു കൂട്ടം ആളുകൾക്ക് കടുത്ത മാനസിക സംഘർഷമുള്ള ദിനങ്ങളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. കാരണം അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉയർന്നു വരുന്നുണ്ടോ താഴ്ന്നു പോകുന്നുണ്ടോ എന്നൊക്കെ കണ്ണു നട്ട് കാത്തിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്നത്, അതിന്റെ വോട്ടിംഗ് പരിപാടി എന്നൊക്കെ പറയുന്നത്, വോട്ട് സ്വാധീനിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് എല്ലാം ഒരു ഡിഫമേഷൻ, സൈബർ അറ്റാക്ക്, സൈബർ ഷെയ്മിങ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഇവർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിനമായിരുന്നു ഹൗസിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പിസോഡിൽ ആസ്വദിക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ ജുനൈസും സാഗറും ഹൗസിലേക്ക് വന്ന ആ ഒരു രംഗങ്ങളൊക്കെ ആയിരുന്നു. കാര്യം അവരുടെ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അതിന്റെ മോഷൻ പോസ്റ്റർ അവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഭയങ്കര നല്ല രീതിയിൽ ഇങ്ങനെ നമ്മുടെ മുഖം വിടരുക എന്ന് പറയില്ല സന്തോഷം കൊണ്ട്, അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് അവർ ആ ഒരു സിനിമയിലെ ആക്ട്രസിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്താണ്, ആക്ട്രസ് സംസാരിച്ച സമയത്താണ്. 50ലധികം സിനിമകളിൽ കേൾവിയുടെയും ശബ്ദത്തിന്റെയൊക്കെ പരിമിതികളെ മറികടന്ന് അഭിനയിച്ച ആ ഒരു അഭിനേത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഇന്റർപ്രറ്ററെ വെച്ചിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാളുകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സൗണ്ട്, അഭിനേത്രിയുടെ സൗണ്ട് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നമുക്കത് പറഞ്ഞു തരണം. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതും ഈ ഒരു ഇന്റർപ്രറ്ററാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു ഐക്യം ഉണ്ടല്ലോ, അത് എന്ത് രസമായിരുന്നു. കാരണം രണ്ടുപേരും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേന് അവരെന്താണോ നമ്മളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ ആ ഒരു വാക്കുകളിൽ കൂടെ ആ ഒരു ട്രാൻസാക്ഷൻ ഭയങ്കര രസമായിരുന്നു. ഞാൻ മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും അത്രയധികം ഇൻഡെപ്തിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇപ്പോഴും ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിനെ വളരെ സോഫ്റ്റായിട്ട് ഇന്ന് അനലൈസ് ചെയ്യാം. എപ്പിസോഡ് 79ന്റെ റിവ്യൂയിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ കോംബോ നാടകങ്ങളെ കുറിച്ചിട്ട് ഇന്ന് നന്ദന പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശരിക്കും അത് ശരിയാണോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഭയങ്കര ബോറായിപ്പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്തിനാണ് ആളുകൾ ഈ കോംബോയെ പേടിക്കുന്നത്? പണ്ട് കാര്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നിരുന്നു കഴിഞ്ഞാൽ വവാച്ചി ഉണ്ടാവും എന്നുള്ള പേടിയാണെന്ന് വിചാരിക്കും. ഇന്നത്തെ കാലമൊക്കെ മാറിയില്ലേ? പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കോംബോയെ പേടിക്കുന്നത്? അതും 24/7 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒരാണും പെണ്ണും ചേർന്നിരുന്നു കഴിഞ്ഞാൽ എന്തിനാണത് പേടിയാവുന്നത്? എങ്ങനെയാണത് നാടകമായിട്ട് ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ആളുകൾ പറ്റിക്കപ്പെടുന്നത്? എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു പറ്റിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, ഇരകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടിയും വെള്ളവും പിടിച്ചിട്ട് ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങൾ നൽകാനായിട്ട് ചെന്ന സമയത്തേക്ക് ആദ്യ കോംബോയിലെ ഒരാൾ പുറത്തേക്ക് പോയി. സേവനങ്ങൾ നൽകാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ മനുഷ്യത്വം നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു മഹനീയ സേവനങ്ങളുടെ ആനുകൂല്യം നമുക്ക് കിട്ടിയില്ല. അപ്പോഴത്തേന് അദ്ദേഹത്തിന് പിന്നീട് ഒരു സേവനം എങ്ങനെയെങ്കിലും കൊടുക്കണം. അപ്പോഴത്തേന് അടുത്ത കോംബോ അദ്ദേഹം തന്നെ അങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു, മറ്റേ ശ്രീതു ആൻഡ് അർജുൻ. അപ്പോൾ ആ ഒരു കോംബോയൊക്കെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത്? അത്രയധികം ഭീഷണിയോടെ ഇതിനെ നോക്കിക്കാണുന്ന ആ ഒരു പാഴ്ക്കൂട്ടങ്ങൾ ആരാണ് എന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കോംബോ എങ്കിൽ കോംബോ, എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ, ഗെയിം കളിക്കാം, എന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി, ഞാനൊന്ന് അങ്ങോട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ വെറുതെ മൂലയ്ക്ക് കാറ്റും കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെ പറ്റിക്കലായി മാറുന്നില്ലേ? ഈ കോംബോ മാത്രമാണോ നാട്ടുകാരെ പറ്റിക്കലായി മാറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി, അയ്യോ ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ നാടകം, ഞങ്ങൾ പറ്റിക്കപ്പെടുന്നു. എന്തിനാണ് പറ്റിക്കപ്പെടുന്നത്? നിങ്ങൾ അങ്ങടേക്ക് മൈൻഡ് ചെയ്യണം. നിങ്ങൾ കോംബോ ഇല്ലാത്ത ഇൻഡിവിജ്വൽ ഗെയിമേഴ്സിനെ നോക്കി അവരുടെ ഫാനായി മാറൂ, അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെ ഫോളോ ചെയ്യൂ. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നിൽക്കുന്നത്? കുറേ വിക്ടിംസ്, അയ്യോ ഞങ്ങൾ പറ്റിക്കപ്പെടുന്നേ, കുറേ ഫൈറ്റേഴ്സ് പറ്റിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി. എന്തൊരു ഭൂലോക പാഴ്ത്തരമാണ് ഇന്നത്തെ ആ ഒരു നോമിനേഷനിൽ നന്ദന പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെ ജാൻമണി പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി പോകും. എന്നാലും ഞാൻ ചെറിയ രീതിയിലൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അപ്രോച്ചിനെയും മെൻറ്റാലിറ്റിയെയും പേഴ്സണാലിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കീനായിട്ട് ഇങ്ങനെ വായ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്തൊരു ഒളിഞ്ഞു നോക്കിയാണ്, എന്തുവാണ് ഇവർ ഇതൊക്കെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിം ഫെയിലിയേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ അഡ്രസ്സ് ചെയ്യണ്ടേ? ചുമ്മാ ഒരുമാതിരി കോംബോ. ശരിക്കും പറഞ്ഞാൽ കോംബോ വെച്ചിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്?
ഈ കോംബോ എന്ന് പറഞ്ഞ് ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഋഷി മറ്റേ ജാസ്മിൻ ഗബ്രി കോംബോയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ജിൻഡോ അതിനകത്ത് ചെറിയ രീതിയിൽ കളിച്ചിട്ടുണ്ട്. എന്നാലും ജിൻഡോയ്ക്ക് വേറെ കുറച്ച് ഗെയിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജിൻഡോയെ ആ കൂടെ പറയില്ല. സിജോ ചെറിയ രീതിയിൽ കളിക്കുന്നുണ്ട്. സിജോയ്ക്ക് അതിൻ്റെ ഒരാവശ്യവുമില്ല. അതേപോലെ തന്നെ സായി അങ്ങനെ ഒരു കോംബോയ്ക്കെതിരെ കളിക്കാമെന്ന് പറഞ്ഞ് മറ്റേ ജാഫർക്കാരുടെ അടുത്ത് വാക്ക് കൊടുത്തിട്ടാ പോയെന്നൊക്കെ ഞാൻ എവിടെയോ കമൻറ്റ് ബോക്സിൽ വായിക്കുന്നുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഗെയിമായിരുന്നു. ഈ കോംബോ വെച്ച് കളിക്കുന്ന ആരാണ്? ബാക്കിയുള്ള ആളുകളാണ്. ശരിക്കും ഈ കോംബോ കളിക്കുന്ന ആളുകളല്ലേ മണ്ടന്മാർ മലയാളം ബിഗ് ബോസിലൊക്കെ. കാരണം ബാക്കിയുള്ള എല്ലാ എണ്ണത്തിനും എല്ലാ വാഴകൾക്കും ഗെയിമുണ്ട് ആ കോംബോയിൽ. മറ്റേ കോംബോ കളിക്കുന്ന ആളുകൾക്ക് മാത്രം കട്ട നെഗറ്റീവ്. അതേപോലെ തന്നെ അതിനകത്തെ അതാണ് വേറൊരു സംഭവം. ഇപ്പം ഒരു കോംബോ വരുന്ന സമയത്ത് ഇപ്പം 2 കോംബോകളാണല്ലോ ഇവർ ആരോപിക്കുന്നത്. നാടകം, ആളുകളെ പറ്റിക്കുന്ന പാവങ്ങൾ, പറ്റിക്കപ്പെടുന്ന പാവങ്ങൾ, അവർ 2 കൂട്ടരെയാണ് ആരോപിക്കുന്നത്. ഇതിനകത്ത് ഈ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ നോമിനേഷനൊക്കെ വരുന്നത്. ബാക്കി എല്ലാവരും ഫൈറ്റേഴ്സ്, ഹാർഡ് വർക്കിംഗ് ഗെയിമേഴ്സ് ഒക്കെയാണ്. ശരിക്കും ഈ അർജുൻ ശ്രീതു കോംബോയിൽ 2 ആൾക്കാരും കോംബോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് മോശമാണ്. എന്നാലും എല്ലാവരും പറഞ്ഞ് ഇപ്പം എൻ്റെ ഇതിലേക്കും അതങ്ങനെ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവും. ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഇങ്ങനെ കോംബോ അടിച്ച് കഴിയുമ്പോഴത്തേന് അത് മാനിപ്പുലേഷനാണ്. ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ 2 ആൾക്കാരും ഒരേപോലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി വീക്കായിട്ട് ഗെയിം കളിക്കുന്ന ആൾ പലപ്പോഴും അർജുനായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നന്ദനെ അത്രയധികം നല്ലതായിട്ട് പറഞ്ഞ എനിക്ക് ആ ഒരു വാക്ക് കേട്ട സമയത്ത് ഉള്ള വില പുള്ളിക്കാരിയോട് പോയി കിട്ടി. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അൻസിബയുടെ ഫോട്ടോയിൽ നിന്ന് സൂമോട്ടായി വന്ന ഒരു ബ്രില്യൻസ് നിങ്ങൾ കണ്ടു കാണും. എല്ലാ മോർണിംഗ് സോങ്ങിലും ഗംഭീരമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഒറ്റയ്ക്ക് മാറി നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ. അടിപൊളി, ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ. അതും ആ ഒരു ഉറക്കച്ചടവൊന്നുമില്ല രാവിലെ, ഭയങ്കര രസമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് അൻസിബയെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു മോർണിംഗ് സോങ്ങിൽ നിന്നിട്ട്. പക്ഷെ അൻസിബ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേയധികം ആളുകൾ അവരുടെയൊക്കെ അപകർഷതാബോധം മാറ്റി വെച്ചിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനി സായിയാണ്. സായി ഇന്ന് കുറേയധികം മുഹൂർത്തങ്ങളിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. രാവിലെ കിച്ചണിലെ ഒരു വാക്തർക്കം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് എല്ലാ വീക്കെൻഡിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. തലേദിവസത്തെ ഫുഡ് ഉപയോഗിക്കാമെന്ന് ചില ആളുകൾ പറയും, അത് ഉപയോഗിക്കേണ്ട എന്ന് ചില ആളുകൾ പറയും. വീട്ടിൽ തലേദിവസത്തെ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ഇങ്ങനെ നോക്കിയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുന്ന ചില മിടുക്കന്മാരൊക്കെ അവിടെയുണ്ട്. അതിൽ ഋഷി അമ്മ അത്രയധികം കെയർ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടും ഋഷിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചും ഋഷി തലേദിവസത്തെ ഫുഡ് കഴിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഫുഡ് വെച്ച് കൊടുക്കണമെന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്താണ് രാവിലെ ഇത്രമാത്രം കരുതൽ ജാസ്മിൻ എല്ലാവരുടെയും കാര്യത്തിൽ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ജാസ്മിൻ അവിടെ ജിൻഡോയ്ക്ക് ഒരു അവസരമൊക്കെ നൽകുന്നുണ്ട്. ആരാണ് ക്വസ്റ്റ്യൻ ടീം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെറുതെ 2 ആളുകളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു, വെറുതെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നു. നോറ ഈ ഒരു സീനിലൊന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോറയെ കാണാമായിരുന്നു. ഋഷിക്ക് ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന കാര്യത്തിൽ ജാസ്മിൻ അത്രത്തോളം ഒരു എഫേർട്ട് എടുക്കുന്നത് നന്ദനം മാറി നിന്ന് സിജോയോടും അതേപോലെ തന്നെ സായിയോടുമൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം നമ്മൾ എപ്പിസോഡിൽ കാണുന്നത് 12th വീക്കിലെ ക്യാപ്റ്റനായിട്ട് സിജോ അധികാരമേൽക്കുന്നതാണ്. ഒരിക്കൽ ക്യാപ്റ്റൻസി കൈവിട്ട് പോയതാണ്. പകരമായിട്ട് അന്ന് അൻസിബ കയറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അൻസിബ ആയിരുന്നല്ലോ അന്ന് ക്യാപ്റ്റനായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻസി വളരെ വൈകിയാണ് സിജോയിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ ഈ വീക്കിൽ സിജോയെ നോമിനേറ്റ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും. അതേപോലെ തന്നെ ഈ ഒരു ആഴ്ച മാത്രമേ ഇനി നോമിനേഷൻസ് ഉള്ളൂ. പിന്നീട് എല്ലാവരും ആ ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ കയറി പറ്റും. ഇന്ന് പ്രധാനപ്പെട്ട 2 ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നോമിനേഷൻസ് പരിപാടി, അതിനുശേഷം നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭാഗം പറയാനായിട്ടുള്ള ഒരു സംഗതി. അത് BB+ന്റെ എപ്പിസോഡിൽ വരുമായിരിക്കും. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് റിവ്യൂ ചെയ്യാം, രാവിലത്തേന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സായിയെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ ജാസ്മിൻ, ജിൻഡോ, ഋഷി, ശ്രീതു എന്നിവരാണ്. അപ്പോൾ സായിയെ കുറിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ലക്ഷ്യബോധമില്ല, അതേപോലെ തന്നെ സായി കൃഷ്ണനാവാൻ വേണ്ടിയാണ് ഗെയിമിലേക്ക് വന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞു എന്ന് പറയുന്നു. പെട്ടിയെടുത്ത് പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അതേപോലെ സായി പോവാനായിട്ട് പലതവണ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ജാസ്മിൻ പറയുന്നു. ഹെൽത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം, എന്നാലും പോവാൻ ആഗ്രഹമുള്ള ഒരാൾ പോയിക്കോട്ടെ എന്നുള്ള ഒരു താല്പര്യമൊക്കെയാണ് അവർക്കുള്ളത്. നോറയെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ ജാസ്മിൻ, ഋഷി എന്നിവരാണ്. ഒട്ടും സ്റ്റാൻഡില്ലാത്തൊരു വ്യക്തിയാണ്, വന്ന അന്ന് മുതൽ കാണുകയാണെന്ന് ഋഷി പറയുന്നു. അതേപോലെ തന്നെ ഭയങ്കര മാനിപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് ഋഷി പറയുന്നുണ്ട്. പിന്നെ നോറ ഒട്ടും മാറുന്നില്ല, കള്ളക്കഥകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഇതിനിടയിൽ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് നോറ വന്നപ്പോൾ മുതൽ തന്നെ ഉള്ള ഒരു ഗെയിമിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ നോറ, അർജുൻ എന്നിവരാണ്. അഭിഷേക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു രീതിയിൽ
ടോക്സിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഗെയിമിനെ സമീപിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നോറയ്ക്ക് തോന്നുന്നില്ല. അർജുന് അഭിഷേകിന്റെ ഒരു ഉൾവലിയലിനെ കുറിച്ചിട്ടും ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ചിട്ടും ഒരു പരാതിയൊക്കെ ഉണ്ട്. നന്ദനെ നോമിനേറ്റ് ചെയ്യുന്നത് അർജുൻ, നോറ, ശ്രീതു എന്നിവരാണ്. ഇമ്മോച്ചറാണ്. അതേപോലെ തന്നെ കുറെ എവിക്ഷനിലൊക്കെ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. മുന്നോട്ടേക്ക് പോകാനായിട്ട് ഡിസേർവിംഗ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദന, അഭിഷേക്, സായി എന്നിവരാണ്. നന്ദനയാണ് പറയുന്നത് കോംബോ നാടകം, ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുന്ന കോംബോ നാടകം കളിക്കുന്നു. പിന്നെ സായിയും അഭിഷേകും ഒക്കെ പറയുന്നത് പെർഫോമൻസ് ഗ്രാഫ് സെയിം ആണ്, ഇവരുടെ ഭയങ്കര സൂപ്പർ ആയിരുന്നതുകൊണ്ട് ഇവർ പറയുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ ചെറിയൊരു ഒരു ഇത് തോന്നും, മാരാരാണ് എന്നുള്ളൊരു തോന്നൽ തോന്നും. ഉയർന്നു വരാൻ തീരെ താല്പര്യമില്ല, പുരോഗതി ഇല്ല ഗെയിമിൽ എന്നുള്ളതാണ് ആകെ മൊത്തത്തിൽ ശ്രീധുവിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. അർജുനെ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദനയാണ്. എവിക്ഷൻ പേടി ഉള്ള ഒരാളാണ് അർജുൻ എന്നുള്ളത് നന്ദന പറയുന്നു. ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക്, സിജോ എന്നിവരാണ്. സ്ട്രാറ്റജീസ് എല്ലാം ഫെയിലായ ഒരാളാണ് ജാസ്മിൻ എന്ന് പറയുന്നു. ഇപ്പം ജിൻഡോ പറയുന്നതനുസരിച്ചിട്ട് ചില മാറ്റിപ്പിടിക്കലുകൾ നടത്തിയിട്ടുണ്ട്, എല്ലാത്തിലേക്കും ഇടപെടുന്നുണ്ട് എന്നൊക്കെ അഭിഷേക് പറയുന്നു. സിജോ പറയുന്നത് 70 ദിവസം വളരെ റോങ് ആയിട്ട് ഗെയിമിൽ തുടർന്ന ആളാണ്, ഇപ്പോൾ ഉള്ളത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കളിയാണ്, അതെല്ലാം മോശമാണ് എന്നുള്ളതാണ് സിജോയുടെ അഭിപ്രായം. ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നത് സായി, സിജോ എന്നിവരാണ്. സായി പറയുന്നത് കോംബോ, അൻസിബയുമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഋഷി എങ്ങനെ കയറി വരും എന്നുള്ളത് അറിയില്ല. അതേപോലെ തന്നെ സിജോ പറയുന്നത് തെറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ബിഗ് ബോസ് ഇവിടെ പറയുന്നത് തെറ്റിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു, ആശ്രയിക്കേണ്ടി വന്നു ഗെയിമിന് വേണ്ടി. ഏതായാലും ജാസ്മിൻ 2 വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുകയാണ്. നോറ 2 വോട്ട്, അഭിഷേക് 2, ഋഷിക്ക് 2, നന്ദനയ്ക്ക് 3, ശ്രീധുവിന് 3, സായിക്ക് 4. ജിൻഡോ, സിജോ, അർജുൻ എന്നിവരൊന്നും നോമിനേറ്റഡ് ആയിട്ടില്ല. ജിൻഡോ പ്രേക്ഷകർക്ക് മുഴുവൻ നന്ദി അർപ്പിക്കുകയാണ്. ശ്രീധു ഈ ഒരു സാഹചര്യത്തിൽ കരയുന്നുണ്ട്. കാരണം ആ ഒരു കോംബോ നാടകം എന്ന് പറയുന്ന വേർഡ് ശ്രീധുവിനെ ഹേർട്ട് ചെയ്തു, ഇത്തിരി ഓവറായി പോയി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ശ്രീധു സംസാരിക്കുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അത് നന്ദനെ ആയിരിക്കും പറഞ്ഞത് എന്നുള്ളത്. അർജുൻ അപ്പോൾ തന്നെ അത് പറയുന്നുണ്ട്, നന്ദനെ ആയിരിക്കാം അത് പറഞ്ഞത്. പിന്നെ നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല. ജാസ്മിനും ഇതേ അഭിപ്രായം അവിടെ പറയുന്നുണ്ട്. ഏതായാലും ശ്രീധുവിനത് വലിയ പ്രശ്നമായി. അതിനുശേഷം നമ്മുടെ മൈൻഡ് ഗെയിമേഴ്സ്, ബ്രില്യൻ ഗെയിമേഴ്സ്, ദ ടോപ്പ് ഗെയിമേഴ്സ് അഭിഷേക് ആൻഡ് സായി ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നോമിനേറ്റഡ് ആയിട്ടുള്ള 4 പെൺപിള്ളേർക്കും ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇവർക്കറിയത്തില്ല എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജുനൈസും സാഗറും ജോജ് ചേട്ടനും ഒക്കെ ഹൗസിലേക്ക് കയറി വരുന്നത്. പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കൊടുത്തിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണ് പണി എന്നുള്ളത് അവർ നമ്മളോട് പറയുന്നു. പിന്നെ ഈ കോംബോ വളരെ മോശമാണെന്ന് ആളുകൾ എപ്പോഴും പറയുമെന്നുണ്ടെങ്കിലും ഈ സാഗറിൻ്റെയും ജുനൈസിൻ്റെയും ആ ഒരു കോംബോ, ഫ്രണ്ട്ഷിപ്പ് കോംബോ കണ്ടിട്ടാണ് ജോജ് ചേട്ടൻ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നിയത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സീസൺ 5 ഞാൻ അതിൻ്റെ ആ ഒരു റിവ്യൂവും അതേപോലെ തന്നെ അത് പിന്നീട് ഒന്ന് കാണുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് സീസൺ 5 ഗംഭീരമായിട്ടുള്ള 2 ഗെയിമേഴ്സ് ആയിരുന്നു, സാഗർ ആൻഡ് ജുനൈസ്. അതേപോലെ അന്നത്തെ ഒരു എപ്പിസോഡ് റിവ്യൂവിൽ നമ്മൾ സാഗർ എവിക്റ്റ് ആയ ഒരു എപ്പിസോഡ് റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനായിരുന്നു അത്. ഒന്ന് നല്ല രസമായിട്ട് ഗെയിമിൽ സാഗർ കയറി വരുന്നു, അതിന് മുന്നേ ഒക്കെ നല്ല നെഗറ്റീവിലേക്ക് പോകുന്നു, നമ്മളെ വെറുപ്പിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ അയാൾ ട്രാക്ക് അങ്ങോട്ട് മാറ്റി വന്നപ്പോഴത്തേന് സാഗർ എവിക്റ്റായി. ഇങ്ങനെ അന്തിച്ചു പോയി സാഗർ എങ്ങനെ എവിക്റ്റായി എന്നുള്ളത്. ഏതായാലും ജോജ് ചേട്ടന് നല്ല രീതിയിൽ ജിൻഡോയെ അറിയാം. ജിൻഡോ ഫാൻസിന് ഇത് ആഘോഷരാവാണ്. ജിൻഡോയുടെ ആ ഒരു എഫേർട്ടിനെ കുറിച്ചിട്ടൊക്കെ ജോജ് ചേട്ടൻ അവിടെ പറയുന്നുണ്ട്. ശരിക്കും ജിൻഡോ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് അവസരങ്ങൾ നേടിയെടുക്കുന്നത്, ഈ ഒരു നിലയിലേക്ക് എത്തുന്നത്. അതെല്ലാം അദ്ദേഹത്തെ കുറിച്ചിട്ട് ജോജ് ചേട്ടൻ പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനുശേഷം ഞാൻ പറഞ്ഞ ആ ഒരു നല്ല മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു നല്ല മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇതിനുശേഷം 2 സ്പോൺസേഡ് ടാസ്കുകളായിരുന്നു. പ്രേക്ഷകർക്കും കൂടെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്പോൺസേഡ് ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഡൊമക്സിൻ്റെതായിരുന്നു. QR കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിന് വേണ്ടി ഗെയിം കളിക്കാം. പിന്നീട് അതിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യും. പിന്നെ സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. നന്ദനയും അർജുനും കൂടെ മറ്റേ പുഷ്പ ഫിലിമുമായി സാമ്യതയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. സാമ്യത എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഐസ്ക്രീം പോലെ അളിഞ്ഞ പെർഫോമൻസ് ആയിരുന്നു. സിജു ആൻഡ് സായി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ല രസമായിരുന്നു. അവർ മറ്റേ സലാർ മോഡലും മറ്റേ തെലുങ്ക് കന്നഡ സിനിമ മാസ് സാധനമൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ശ്രീധുവിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ജിൻഡോ അതിനകത്തേക്ക് വിക്രം മോഡലിൽ കയറി വരുന്നുണ്ട്. പക്ഷേ വിക്രം അല്ല, പുള്ളി ഉദ്ദേശിച്ചത് വിക്രമാണ്. പക്ഷെ വന്നപ്പോഴത്തേനും മറ്റേ ദിഗംബരൻ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ സിനിമയ്ക്കകത്ത്, ദിഗംബരൻ 144p ആയിപ്പോയി. അഭിഷേക് ഋഷി മറ്റേ ഉസ്താദ് ഹോട്ടലിൻ്റെ സ്പൂഫായിരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള മൊഹബത്തിൻ്റെ ഒരു സ്പൂഫായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടാസ്ക് BB+ലെ ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.